മോദി കോൺഗ്രസിനെ പരിഹസിക്കുന്നതിൽ ഒരു കുറവുമില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതു മുതൽ ഇതേ കേൾക്കാനുള്ളൂ. വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ റാലിയിൽ വെച്ച് ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പരിഹസിക്കുകയാണ് മോദി. ജൂൺ 4-ന് ഫലമറിഞ്ഞാൽ ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമാകുമെന്നാണ് മോദിയുടെ പരിഹാസം. യുപിയിലെ പ്രതാപ്ഗഡിലെ റാലിയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പരിഹാസം. അതേസമയം രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ കടമെടുത്തുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. കോൺഗ്രസ് സർക്കാർ 1 ലക്ഷം രൂപ ദരിദ്രരായ എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കുമായി ട്രാൻസ്ഫർ ചെയ്യും. തുടർച്ചയായി പണം വരുന്നതിലൂടെ ദാരിദ്ര്യം മാറുമെന്നായിരുന്നു മോദി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും റായ്ബറേലിയിൽ പരാജയപ്പെടുമെന്ന് മോദി തറപ്പിച്ചു പറയുന്നുണ്ട്. അമേഠിയിൽ അവർ പരാജയപ്പെട്ടു കഴിഞ്ഞു. വൈകാതെ തന്നെ റായ്ബറേലിയിലും പരാജയപ്പെടും. ജൂൺ 4-ന് ശേഷം ഇന്ത്യ സഖ്യം ശിഥിലമാകും. അതിനുശേഷം ഈ നേതാവ് വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കാനായി പോകും. ഇവരൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തതായി താൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും റാലിയിൽ വെച്ച് മോദി തുറന്നടിച്ചു. തകരാൻ പോകുന്ന സഖ്യമാണ് ഇന്ത്യ സഖ്യം. ജൂൺ 4-ന് നിങ്ങൾക്കത് മനസ്സിലാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതോടെ അവർ തകർന്നടിയുമെന്നും മോദി പരിഹസിക്കുന്നുണ്ട്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും കുടുംബാധിപത്യ പാർട്ടികളാണ്. എസ്-പിയിലെയും കോൺഗ്രസിലെയും രാജകുമാരന്മാർക്ക് രാജ്യത്തിന്റെ വികസനം കുട്ടിക്കളിയാണ്. കൊട്ടാരത്തിൽ വളർന്ന ഇവർക്ക് കഠിനാധ്വാനത്തെ കുറിച്ചറിയില്ല. വായിൽ വെള്ളക്കരണ്ടിയുമായി ജനിച്ചവർക്ക് ഒരിക്കലും രാജ്യത്തെ ഭരിക്കാനാവില്ല. ജൂൺ 4-ന് ഉറപ്പായും മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തും. 2014-ന് മുൻപ് രാജ്യത്തിന്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇന്ന് ഇന്ത്യ G20 പോലുള്ള വലിയ ഇവന്റുകൾ നടത്തി വിജയം നേടുന്നു. അതിലൂടെ അഭിമാനമുയർത്തുന്നു. ചന്ദ്രനിൽ രാജ്യത്തിന്റെ ത്രിവർണ പതാക പാറിപ്പറക്കുന്നു. 10 വർഷം മുൻപ് ഇതൊക്കെ ചിന്തിക്കാൻ കൂടി സാധിക്കുമായിരുന്നുവോ? അഴിമതിയല്ലാതെ മറ്റെന്തു വാർത്തയായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നതെന്നും പ്രധാനമന്ത്രി ചോദിക്കുന്നുണ്ട്. മുൻപ് അസാധ്യമായിരുന്നത് ഇന്ന് സാധ്യമായിരിക്കുകയാണ്. ഈ മാറ്റവും വിജയവും സാധ്യമായിരിക്കുന്നത് മോദി ഉള്ളതുകൊണ്ടല്ല, നിങ്ങളുടെ ഒരു വോട്ട് കൊണ്ടാണ് എല്ലാം സാധ്യമായത്. ഇത് നിങ്ങളുടെ വോട്ടിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ 3-ാം ടേം കൂടുതൽ കരുത്തുറ്റതായിരിക്കുമെന്ന് ഇന്ന് രാജ്യം മുഴുവൻ പറയുന്നത്. ഇന്ത്യ സഖ്യം നമ്മുടെ സൈനികരുടെ ധീരതയെ ചോദ്യം ചെയ്തവരാണ്. ആർട്ടിക്കിൾ 370 ജമ്മു കശ്മീരിൽ വീണ്ടും കൊണ്ടുവരുന്നതാണ് അവരുടെ അജണ്ട. കർണാടകയിൽ OBC സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്കായി കോൺഗ്രസ് നൽകിയെന്നും മോദി ആരോപിച്ചു. മോദി വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഓരോന്നും വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. രാഹുലും കോൺഗ്രസും മാത്രമാണ് മോദിയുടെ ഉന്നം. പരിഹാസം കൊണ്ട് കോൺഗ്രസിനെ വീർപ്പ് മുട്ടിക്കുകയാണ് മോദി. ഏതായാലും ഇതിനുള്ള മറുപടി കോൺഗ്രസ് നൽകുമെന്നതിൽ മോദിക്കൊരു സംശയവും വേണ്ട.